എൽസ്റ്റൺ എസ്റ്റേറ്റിൽ തൊഴിലാളികളുടെ പ്രതിഷേധം. ഇന്നു മുതൽ ടൗൺഷിപ്പ് നിർമ്മാണം തുടങ്ങാനിരിക്കെയാണ് പ്രതിഷേധം. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി. സുർജിത്ത്, ഇന്നലെ തന്നെ കോടതി ഉത്തരവ് വന്നതിന് ശേഷം വളരെ വേഗം തുക അടയ്ക്കുകയും ഈ എസ്റ്റേറ്റ് ഏറ്റെടുക്കുന്നതിനുള്ള പ്രവൃത്തികളിലേക്ക് സർക്കാർ കടക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഘട്ടത്തിൽ ഈ പ്രതിഷേധം എന്തിനാണ്? അനുജ, നിലവിലിപ്പോൾ നമുക്ക് കാണാം എൽസ്റ്റൺ എസ്റ്റേറ്റിൽ നിർമ്മാണ പ്രവൃത്തികളെല്ലാം തന്നെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അതായത് അവിടെ കാട് വെട്ടുന്ന ഒരു നടപടിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നലെ വൈകിട്ടായിരുന്നു ഇതിന് വേണ്ട തുക 17 കോടി കൂടി കോടതിയിൽ കെട്ടിവെക്കുകയും പിന്നീട് ഈ സ്ഥലം ഏറ്റെടുത്തതായി പ്രഖ്യാപനം നടത്തുകയും അതുമായി ബന്ധപ്പെട്ട നോട്ടീസ് ജില്ലാ കളക്ടർ പതിപ്പിക്കുകയും ചെയ്തത് ഇന്ന് രാവിലെ ഈ നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങിയ ഘട്ടത്തിലായിരുന്നു. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഈ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ തൊഴിലാളികളെ സംബന്ധിച്ചുള്ള കാര്യമാണ്. തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങളടക്കം നൽകേണ്ട ഒരു സാഹചര്യം അത് ഇതുവരെ അതുമായി ബന്ധപ്പെട്ട കൃത്യമായ രീതിയിലുള്ള തീരുമാനം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതാണ് ഇങ്ങനെ ഒരു പ്രതിഷേധവുമായി ആളുകൾ രംഗത്ത് വരാനുള്ള കാരണം. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പ്രതിഷേധമായിട്ട് രംഗത്ത് വരാൻ? ഇതിലൂടെ 100-300 തൊഴിലാളികൾ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങളൊന്നും കിട്ടാതെ ഇപ്പോൾ നിലവിൽ നിൽക്കുന്നുണ്ട്. നമുക്കിവിടെ ഒരു പ്രോജക്റ്റ് വരുന്നതും അതുപോലെ തന്നെ അവിടെ കിടപ്പാടില്ലാത്തവർക്ക് ഇവിടെ കിടപ്പാട് കിട്ടുന്നവർക്ക് നമ്മൾ സന്തോഷമുള്ള നമ്മൾ എതിർക്കാൻ നിൽക്കുന്നില്ല. എത്ര കാലം നമ്മൾ എതിർത്തില്ല. ഇപ്പോൾ തറക്കല്ലിട്ടു, അപ്പോൾ നമ്മളന്ന് എതിർക്കാമായിരുന്നു, നമ്മൾ എതിർത്തിട്ടില്ല. പക്ഷേ തൊഴിലാളികളുടെ ന്യായമായ ആനുകൂല്യങ്ങളൊന്നും കിട്ടാത്ത രീതിയിൽ ഇവിടെ പ്രോജക്റ്റും കാര്യങ്ങളും ഇപ്പോൾ വർക്ക് നടക്കുന്നു. ഇവർ ഒരു ഉറപ്പ് നൽകിയിരുന്നത് നമുക്ക് ഈ വർക്ക് നടക്കുന്നതിന് തൊട്ട് മുന്നേ തന്നെ തൊഴിലാളികളുടെ എല്ലാ ആനുകൂല്യങ്ങളും എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട് ഉറപ്പ് നമ്മൾ തരും എന്ന രീതിയിലാണ് ഇവർ പറഞ്ഞു തന്നിരുന്നത്. ഇതുവരെ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ പെട്ടെന്ന് വന്നിട്ട് ഇവിടെ എല്ലാ വർക്കുകളും തുടങ്ങിയിരിക്കുന്നു. ഈ തൊഴിലാളികളെല്ലാം 100-300ഓളം വരുന്ന തൊഴിലാളികൾ ഇവരെല്ലാവരും ഇപ്പോൾ പട്ടിണിയിലാണ്. പ്രത്യേകിച്ച് അതുപോലെ തന്നെ ഈ പ്രോജക്റ്റ് വരുന്നതോ കിടപ്പാടെല്ലാവർക്ക് ഇല്ലാത്തവർക്ക് അവർ കഷ്ടത്തിലാണ്. അവർക്ക് കിടപ്പാട് വരുന്നവർക്ക് നമ്മൾ സന്തോഷമുള്ളൂ. പക്ഷേ ഇവിടെയുള്ള ആൾക്കാരും കൂടി താഴ്ത്തി കെട്ടിക്കൊണ്ട് അവർക്കൊരു ശവക്കുഴി നിർമ്മിച്ച് മറ്റുള്ളവരെ പൊതി വരുന്ന രീതിയിലാണ് ഇപ്പോൾ പോകുന്നത്. ഇത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഇത് നമുക്കൊരു ഉറപ്പ് കിട്ടണം. ആരും ഇതിലൊരു ഉറപ്പ് തരുന്നില്ല. നമുക്ക് ഇവർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കാം, ഇന്ന സമയത്ത് കൊടുക്കാം എന്നുള്ള കളക്ടറുടെ ഭാഗത്തുനിന്നോ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ബന്ധപ്പെട്ട ഒരു അധികാരികളുടെ ഭാഗത്തുനിന്ന് നമുക്കൊരു ഉറപ്പ് നൽകുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു പ്രക്ഷോഭത്തിലോ ഇതിലോ നിൽക്കില്ല. പക്ഷേ ഇതിങ്ങനെ തുടർന്നു പോവുകയാണെങ്കിൽ നമ്മൾ സമരപരമായി മുന്നോട്ട് തന്നെ ശക്തമായ സമരം തന്നെ ഈ പ്രോഗ്രാമെല്ലാം ഈ വർക്കുകളെല്ലാം തടഞ്ഞ് അതിന് മുന്നോട്ട് സമരപരമായി തന്നെ മുന്നോട്ട് നീങ്ങേണ്ടി വരും എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. എന്തായാലും ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാം ഉദ്യോഗസ്ഥരുമായി ചർച്ചകൾ നടക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് NTUC-യുടെ ജില്ലാ നേതാവായിട്ടുള്ള PP ആലിയുണ്ട്, അപ്പുറത്ത് മുൻ MLA കൂടിയായ CK ശശീന്ദ്രൻ കൂടിയുണ്ട്. അത് രണ്ടുപേരും ഇവിടെ ഉണ്ട്. നമുക്ക് എന്താണ് ഞങ്ങൾ തടയുന്ന പറഞ്ഞാൽ തടയും. അത് രാഷ്ട്രീയമായി ഭിന്നിപ്പുണ്ടാക്കാൻ നോക്കണ്ട. തൊഴിലാളി പ്രയാസത്തിലാണ്. എന്താണ് നിങ്ങളുടെ ആർഗ്യുമെന്റ്? എന്താണ് ഇതിനകത്ത്? ഇത് എത്ര മാസങ്ങളായി തൊഴിലാളികൾ പട്ടിണി നടക്കുന്നത്? ഇത് ഗവൺമെന്റിന് അറിയില്ലേ? ജില്ലാ ഭരണകൂടത്തിന് അറിയില്ലേ? ഇവിടെ ഭൂമി ഏറ്റെടുക്കുന്നു. മുഖ്യമന്ത്രി ഇവിടെ തറക്കല്ലിടാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു. ഇവിടെ ഏറ്റവും ദുരന്തമുണ്ടായി. എല്ലാവരും ഒറ്റക്കെട്ടായി അതിനെ നേരിടുന്നു. ഇവിടെ 300 ആൾക്കാരെ കുടിയിരുത്തുമ്പോൾ 300 തൊഴിലാളികൾ പുറത്തേക്ക് പോവുക. പട്ടിണിയാണ്. പെരുന്നാളായി, വിഷുവായി, ഈസ്റ്ററായി. ഇത് ശ്രദ്ധിക്കാൻ ഭരണകൂടമില്ലേ? ജില്ലാ ഡിപ്പാർട്ട്മെന്റ് ഇല്ലേ? ജില്ലാ കളക്ടറില്ലേ? ഇത് ഓരോ ഡേറ്റ് പറയുക, ചർച്ച. നമ്മളിത് സമാധാനപരമായി ഒരു പുനരധിവാസമായതുകൊണ്ട് ഞങ്ങൾ ക്ഷമയോടുകൂടി നിൽക്കുകയാണ്. ഇല്ലെങ്കിൽ ഇവരിപ്പോൾ JCB പോലീസ്, ഞങ്ങൾ ഒരുപാട് പോലീസും JCB ഒക്കെ ഞങ്ങൾ കണ്ടതാ. തടയണം എന്ന് വിചാരിച്ചാൽ ഞങ്ങൾ തടയും. ആ രീതിയിലേക്ക് ഇത് എത്തിക്കണ്ട. എന്തായാലും ഇതാണ് NTUC-യുടെ വാദം. ഇവിടെ CPM-ന്റെ മുതിർന്ന നേതാവ് CK ശശീന്ദ്രൻ ഉൾപ്പെടെയുള്ളവരുണ്ട്. അദ്ദേഹത്തോടു കൂടി ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് നിലപാടെന്നുള്ള കാര്യത്തിൽ ഒരു ചോദ്യം ഉന്നയിക്കാം. എന്താണ് പറയാനുള്ളത് സംബന്ധിച്ചുള്ള ഒരു ചോദ്യം ഉന്നയിക്കാം. എൽസ്റ്റൺ എസ്റ്റേറ്റ് ഏറ്റെടുക്കുന്ന നടപടിക്രമങ്ങളിലേക്ക് സർക്കാർ കടക്കുമ്പോഴാണ് അവിടെ തൊഴിലാളികളുടെ പ്രതിഷേധം. അവർക്ക് അതിന് പുനരധിവാസ പാക്കേജ് ലഭിക്കുകയൊന്നും ചെയ്യുന്നില്ല. അവരുടെ ജീവിതം ദുർഗതിയിലായിരിക്കുന്നു എന്ന് പറയുകയാണ്. ഗവൺമെൻറ് ഭൂമി ഏറ്റെടുക്കുന്ന സ്ഥിതിക്ക് കോടതിയിൽ കെട്ടിവെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. തൊഴിലാളി സംഘടനകൾ, എല്ലാ തൊഴിലാളി സംഘടനകളും ഇവിടെ പ്രവർത്തിക്കുന്ന CITU, INTUC, ST ഉൾപ്പെടെയുള്ള എല്ലാ തൊഴിലാളി സംഘടനകളും യോഗം ചേർന്ന് തൊഴിലാളികളുടെ പ്രശ്നങ്ങളും കൂടി പരിഹരിക്കണമെന്ന് ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. കോടതിയെ അത് അറിയിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മാനേജ്മെൻറ്റ് ഇതുവരെ പണം കൈമാറിയിട്ടില്ല. മാനേജ്മെൻറ്റ് കൈമാറുന്നതോടൊപ്പം തന്നെ തൊഴിലാളികളുടെയും കൂടി കാര്യങ്ങൾ പരിഹരിക്കണമെന്നാണ് എല്ലാവരുടെയും അഭിപ്രായം. അത് യൂണിയൻ്റെ മാത്രമല്ല, ഈ നാട്ടുകാരുടെ മുഴുവൻ അഭിപ്രായമാണ്. തൊഴിലാളികൾ ഭയങ്കര വിഷമത്തിലാണ്, പട്ടിണിയിലാണ് അവർ. കുറേ കാലങ്ങളായിട്ടുള്ളതാണ്. ഇടയ്ക്കിടയ്ക്ക് മാനേജ്മെൻറ്റ് ഒത്തുതീർപ്പുണ്ടാക്കും, മാനേജ്മെൻറ്റ് അത് ബോധപൂർവ്വം ലംഘിക്കും. അതാണ് മാനേജ്മെൻറ്റിൻ്റെ സ്വഭാവം. ഇപ്പോൾ തൊഴിലാളികൾക്ക് അവസരം കിട്ടിയിരിക്കുന്നത് ഭൂമി ഏറ്റെടുക്കുമ്പോൾ അവിടെയും കൂടി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു ചാൻസായി. ആ ചാൻസ് ഏറ്റവും ഭംഗിയായിട്ട് ഉപയോഗിക്കണമെന്നാണ് എല്ലാ യൂണിയൻ്റെ അഭിപ്രായം. അതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഞാൻ യൂണിയൻ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളല്ല. പൊതുപ്രവർത്തകർ എന്ന നിലയ്ക്ക് ഞങ്ങൾ ഈ തൊഴിലാളികളുടെ കൂടെയാണ്. പൊതുപ്രവർത്തകർ എന്ന നിലയ്ക്ക് വീട് പണിക്ക് തടസ്സം ഉണ്ടാവാനും ഇല്ലാതെ നോക്കുകയും വേണം. അതിൻ്റെ ഉത്തരവാദിത്വം ജില്ലാ ഭരണകൂടത്തിനുണ്ട്. അതുകൊണ്ട്
ചർച്ചകളൊക്കെ വേഗം നടത്തി ഈ പ്രശ്നം പരിഹരിക്കണം എന്ന നിലപാടാണ് ഞങ്ങൾക്ക് പൊതുവെ ഉള്ളത്. എന്തായാലും അതാണ് മുൻ MLA കൂടിയായ CK ശശീന്ദ്രന്റെ നിലപാട്. ഇവിടെ അങ്ങനെ ഒരുപക്ഷെ ഈ ഇവർ പറയുന്നത് NTUC അടക്കമുള്ള സംഘടനകളുടെ മാത്രം പ്രശ്നമല്ല, ഇവിടുത്തെ മുഴുവൻ തൊഴിലാളി സംഘടനകളുടെയും പ്രശ്നമാണിത്. സ്വാഭാവികമായി ഇതിനകത്തൊരു കൃത്യമായ രീതിയിലുള്ള ഒരു പരിഹാരം ഉണ്ടാക്കണം എന്നുള്ള ആവശ്യമാണ് തൊഴിലാളികൾ ഉന്നയിക്കുന്നത്. അതേസമയം ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോകണം. അത് തന്നെയാണ് നടക്കേണ്ടത്. മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകരുത്. കാരണം ദുരന്തബാധിതരെ സംബന്ധിച്ച് അവർക്ക് എത്രയും വേഗത്തിൽ വീട് നിർമ്മിച്ച് നൽകുക എന്നുള്ളതാണ്. അതിന്റെ ഒരു തടസ്സം ഉണ്ടാകരുത് എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത്. എൽസ്റ്റൺ എസ്റ്റേറ്റിലാണ് തൊഴിലാളികളുടെ പ്രതിഷേധം.